ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ കാണിക്കുന്നത് നല്ലൊരു അടിപൊളി ചോറാണ് കേട്ടോ. അപ്പം നിങ്ങളിൽ ചില ആൾക്കാരത് കണ്ടിട്ടുണ്ടാവുള്ളൂ, കുറേ ആൾക്കാർ കാണാത്തതുണ്ടാവും. ഈ ഒരു ചോറ് എന്ന് പറഞ്ഞാൽ മദീനത്തെ ഒരു സ്പെഷ്യൽ ചോറാണിത്. മദീനയിലുള്ള ഒരു സ്പെഷ്യൽ ചോറാണ്. സൗദിയിലെ മദീനത്ത് കിട്ടുന്ന ചോറാണ് കേട്ടോ. മദീനത്ത് എങ്ങനെ എത്തിയെന്ന് വെച്ചാൽ മദീനൻ്റെ സ്വന്തം റൈസല്ല, ഇത് ലെബനീസ് റൈസാണ്. അതേപോലെ തന്നെ ടർക്കിഷ് എന്നും പറയാം, തുർക്കികളതും കൂടിയാണ് ഈ ഒരു റൈസ്. അവർ കൊണ്ടുവന്ന ഒരു റൈസാണ് ഈ ഒരു സയാദിയ റൈസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പേരാണ് സയാദിയ റൈസും സയാദിയ ഫിഷും. ഈ ഒരു ചോറ് ഫിഷ് വെച്ച് മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. ചിക്കനോ മീറ്റോ ഒന്നും തന്നെ ഇടൂല. ഇതിൽ ഫിഷ് വെച്ച് മാത്രം ഉണ്ടാക്കുന്ന ഒരു അടിപൊളി ചോറ്. അപ്പോൾ നമുക്ക് തുടങ്ങാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടി അരി എടുത്തതെന്ന് വെച്ചാൽ നമ്മൾ മന്തി ഉണ്ടാക്കുന്ന അരി തന്നെയാണ് സെല്ല ബസ്മതി റൈസ്. ഒരു 2 കപ്പ് അരിയാണ് ഞാനിപ്പോൾ എടുത്തത് കേട്ടോ. നമ്മളിപ്പോൾ 3 ആളല്ലേ ഉള്ളൂ, അപ്പോൾ ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് കാണിക്കുന്നത്. 2 കപ്പ് അരി, ഇത് സെല്ല ബസ്മതി റൈസ്. ഇനി അതൊന്ന് നല്ലോണം കഴുകി കൊണ്ടുവന്നിട്ട് 3-4 പ്രാവശ്യം കഴുകിയതിന് ശേഷം ഞാനിത് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. ഒരു അരമണിക്കൂർ നമ്മൾ ബാക്കിയാകുമ്പോഴത്തേക്ക് ഇത് റെഡിയാവും. ഇനിയിപ്പോൾ വേണ്ടത് ഒരു ഉള്ളിയാണ്. ഒരു വലിയ സൈസ് ഉള്ളി ഒന്ന് അരിഞ്ഞ് വെക്കണം. നല്ല സ്ലൈസ് ആയിട്ട് നമ്മൾ ബിരിയാണിക്കൊക്കെ പൊരിക്കാൻ വേണ്ടി അരിയൂല, അതുപോലെ നീളത്തിലൊന്ന് സ്ലൈസ് ചെയ്ത് വെക്കുക. ഒരു ഉള്ളി മതി കേട്ടോ. ഒരു വലിയ സൈസ് ഉള്ളിയാണ് ഞാനിപ്പോൾ എടുത്തത്. ഇനിയിപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഞാൻ പറഞ്ഞല്ലോ, ഫിഷാണ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ കിട്ടുന്ന ഷേറി എന്ന് പറഞ്ഞിട്ടുള്ള മീനാണിത്. ഒന്ന് ഞാൻ മുഴുവൻ തുടക്കം വെച്ചിട്ടുണ്ട്, ഒന്ന് അതിൻ്റെ ഒരു തലൻ്റെ ഭാഗം പകുതി വെച്ചിട്ട് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നിങ്ങനെ മുഴുവൻ തുടക്കം ഉള്ളതുമാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു ഞാൻ പറഞ്ഞില്ലേ, സൗദി ആയതുകൊണ്ട് ഇവിടെ ഉപയോഗിക്കുന്ന മീനിൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു മീനാണ് ഈ ഷേറി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ മീൻ തന്നെ എടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീൻ എടുക്കാം കേട്ടോ, വലിയ ടൈപ്പ് മീൻ എടുത്താൽ മതി. ഇനി ഇതിൽ ഒന്ന് മസാല തേച്ച് വെക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിൻ്റെ പേസ്റ്റും 1/2 ടേബിൾ സ്പൂൺ തന്നെ ഇഞ്ചിൻ്റെ പേസ്റ്റുമാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ വേണ്ടത് നല്ല ജീരകം പൊടിച്ച പൊടിയാണിത്, 1 ടീസ്പൂണാണ് നല്ല ജീരകത്തിൻ്റെ പൊടി ഇട്ടത്. പിന്നെ വേണ്ടത് മന്തി മസാല പൗഡറാണ്. ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്. ഇത് ഉണ്ടാക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ മക്ലൂബ റൈസ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു റൈസ് കാണിച്ചിട്ടുണ്ട്, അതിൽ ഞാനിത് ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഇത് റെഡിമെയ്ഡ് മന്തി മസാല വാങ്ങിക്കാൻ വേണ്ടി കിട്ടും, അതൊരു ടീസ്പൂണാണ് ഇട്ടത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഇതൊന്ന് കലക്കിയെടുക്കുക. കുറച്ച് ലൂസായിട്ടാണ് കലക്കേണ്ടത്, വല്ലാണ്ട് അങ്ങ് ടൈറ്റായിട്ടൊന്നും കലക്കണ്ട. കുറച്ച് ലൂസായിട്ട് ഈ ഒരു മസാല ഒന്ന് കലക്കിയെടുക്കുക. എന്നിട്ട് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക ഉപ്പൊക്കെ ഇല്ല എന്നുള്ളത്. അപ്പോൾ അത് നന്നായിട്ട് കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ മീൻ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് തേച്ച് വെക്കാം കേട്ടോ. 2 ഭാഗത്തും നന്നായിട്ടൊന്ന് മസാലയൊക്കെ ഉള്ളിലും പുറത്തും ഒക്കെ ആക്കിയിട്ട് നന്നായിട്ടൊന്ന് പിടിക്കുന്ന രീതിയിൽ. പിന്നെ മീനായതുകൊണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മളിപ്പോൾ ചിക്കനിലും ബീഫിലൊന്നും തേച്ച് വെക്കുന്ന പോലെ മീനിൽ അങ്ങനെ ഒരുപാട് നേരം തേച്ച് വെക്കേണ്ടിയൊന്നുമില്ല. ഒരു 10 മിനിറ്റൊക്കെ തന്നെ ധാരാളമാണ്. നമുക്കിപ്പോൾ ഇവിടെ ഒരു അരമണിക്കൂർ എന്തായാലും വേണം. അപ്പോൾ ബാക്കി ആകുമ്പോഴത്തേക്ക് ആ ഒരു അരമണിക്കൂർ ഇതിവിടെ തേച്ച് നിൽക്കട്ടെ കേട്ടോ. ബാക്കി പണി കഴിയുമ്പോഴത്തേക്ക് എന്തായാലും അരമണിക്കൂറാവും. അപ്പോൾ ഞാനത് ഫുള്ളായിട്ട് തേച്ച് വെച്ചിട്ടുണ്ട്. തലേൻ്റെ ഭാഗം എടുത്തിട്ടില്ല. ഇത് 1.5 മീനാണുള്ളത്, അത് ഞാൻ നല്ലോണം പോലെ മസാല തേച്ച് വെച്ച്. ഇനിയിപ്പോൾ നമ്മൾ ചോറ് വെക്കാനുള്ള ഒരു ചെമ്പ് ഞാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുകയാണ്. അതിലേക്ക് 1/2 കപ്പ് ഓയിലാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. ഓയിൽ നിങ്ങളെ ഇഷ്ടം പോലെ കേട്ടോ. നിങ്ങൾക്കിപ്പോൾ 1/2 കപ്പ് വേണ്ട, 1/4 കപ്പ് മതി എന്നുണ്ടെങ്കിൽ അത്രയും ഒഴിച്ചാൽ മതി. എന്നിട്ടിത് നമ്മൾ നേരത്തെ കാണിച്ച ഉള്ളി ഉണ്ടല്ലോ, അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ 2 ട്രിപ്പായിട്ടാണ് പൊരിച്ചെടുക്കുന്നത്. ചെറിയ പാത്രം ആയതുകൊണ്ട് ഞാനിപ്പോൾ 2 പ്രാവശ്യമായിട്ടാണ് ഈ ഒരു ഉള്ളി പൊരിച്ചെടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ബിരിയാണിക്കൊക്കെ പൊരിക്കുന്ന പോലെ ഇതൊന്ന് നന്നായിട്ട് കളറ് മാറുന്നവരെ പൊരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ സാധാരണ ഒരു ബിരിയാണിക്ക് പൊരിക്കുന്ന കളറും അല്ല, അതിനെക്കാട്ടും കുറച്ചും കൂടെ ഡാർക്കായിട്ട് തന്നെ ഇത് പൊരിച്ചെടുക്കണം. അതുകൊണ്ടാണ് ഞാൻ ഫുള്ളായിട്ട് കാണിച്ചു തരുന്നത് കേട്ടോ, എത്ര വരെ വേണമെന്നുള്ളത്. ഇതിപ്പോൾ കണ്ട ചെറുതായിട്ടൊന്ന് ബ്രൗൺ ആവാൻ വേണ്ടി തുടങ്ങി. ഇത് പോരാ, ഇതിലും കുറച്ചും കൂടെ ഡാർക്ക് ആവണം. എന്നാൽ ഉള്ളി കരിഞ്ഞു പോകാനും പാടില്ല, എന്നാൽ നല്ലോണം ബ്രൗൺ ആയി കിട്ടുകയും വേണം. ബ്ലാക്കിലേക്ക് പോവരുത്, ബ്രൗൺ കളറിൽ തന്നെ കോരി മാറ്റുക. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കളറിൽ നമുക്ക് കോരി മാറ്റാം, കാരണം പ്ലേറ്റിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇത് ബ്ലാക്ക് ആയിക്കോളും. അപ്പോൾ ഈ ചെമ്പും തന്നെ നിങ്ങൾ ബ്ലാക്ക് ആക്കാൻ നോക്കിയാൽ പിന്നെ അതല്ലാണ്ട് അങ്ങ് കരിഞ്ഞിട്ട് ചോയ മാറിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നല്ല ബ്രൗൺ ആയി കഴിഞ്ഞാൽ കോരി മാറ്റുക, കാരണം പ്ലേറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ ഇതൊന്ന് ബ്ലാക്കിലേക്ക് മാറിക്കോളും. പിന്നെ ലേശം ഒരു ചൂടുകൊണ്ട് തന്നെ അങ്ങനെ മാറും. ഞാൻ എപ്പോഴും പറയുന്നതാണ് കോരി മാറ്റിയാൽ കുറച്ചും കൂടെ കളറാവും എന്നുള്ളത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് കളർ എന്ന് പറയുന്നത്. അപ്പോൾ അത് 2 ട്രിപ്പായിട്ട് ഞാനിപ്പോൾ ആ ഒരു ഉള്ളി മുഴുവനായിട്ട് ഇതിപ്പം പൊരിച്ചെടുത്തതാണ്. ഇനിയിപ്പോൾ ആ സെയിം ചെമ്പന്നെ സെയിം ഓയിൽ, അതിലേക്ക് ഇനി ബാക്കി മസാലകൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ മസാലകൾ എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു റൈസിന് വേണ്ടിയ മസാല ഞാനൊരു പിന്നെ പച്ച ഏലക്കായി എടുത്തിട്ടുണ്ട്, കുറച്ച് ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. ഇത് ഇതിൻ്റെ മെയിൻ സാധനം എന്ന് പറയുന്നത് ബ്ലാക്ക് കാഡമം, നമ്മൾ കറുത്ത ഏലക്കായി എന്ന് പറയുന്നത് അതൊരു 2 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടിയ കുറച്ച് പട്ടൻ്റെ പീസ് ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഒരു ബേ ലീഫ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഉണക്കനാരങ്ങ എടുത്തിട്ടുണ്ട്. ഈ ഉണക്കനാരങ്ങ നമുക്കൊന്ന് മുറിച്ചിട്ട് ചെറിയ ചെറിയ പീസാക്കണം കേട്ടോ. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇപ്പോൾ ഞാൻ നന്നായിട്ട് ചെറിയ പീസാക്കി മുറിച്ച് വെച്ചതാണ്. ഇതെല്ലാം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഒന്ന് ഫ്രൈ ആയി എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ ഇഞ്ചി അരച്ചതും വെളുത്തുള്ളി അരച്ചതും 1/2 ടീസ്പൂൺ വീതം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ മതിയേ.
2 കപ്പല്ല അരിയുള്ളൂ. അത് രണ്ടും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. അതിൻ്റെ ഒരു പച്ചച്ചോയ മാറുന്നവരെ ചെറിയ തീയിലാക്കി വെക്കണേ. ഇതിപ്പോൾ ലാസ്റ്റ് വെള്ളം ഒഴിക്കുന്നവരെ ചെറിയ തീയിലാക്കി വെക്കുക. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തീ കൂട്ടി കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കട്ടെ. കരിഞ്ഞു പോകരുത്, ചെറുതായിട്ടൊന്ന് കളറ് മാറണം, കരിയാണ്ട് നോക്കുക. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ പൊടികൾ എന്ന് പറയുന്നത് കുറച്ച് കുരുമുളകിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂണൊക്കെ മതി കേട്ടോ. 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ നല്ല ജീരകത്തിൻ്റെ പൊടി പിന്നെ ഇട്ട് കൊടുക്കണം, ഒരു 1/2 ടീസ്പൂൺ കേട്ടോ. 1/2 ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടി ഇട്ട് ഇനി അതും ഒന്ന് ചെറുതായിട്ടൊന്ന് ആ എണ്ണയിലൊന്ന് വാട്ടിയെടുക്കുക. ഒന്ന് ഫ്രൈ ആയി എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് തിളച്ച വെള്ളമാണ് ഇനി ഒഴിച്ച് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. തിളച്ച വെള്ളത്തിൻ്റെ കണക്ക് എന്ന് പറയുന്നത് 2 കപ്പ് അരിയാണ് എടുത്തത്. അപ്പം വെള്ളത്തിൻ്റെ കണക്ക് 3 കപ്പ്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ളതാണ് കണക്ക് കേട്ടോ. അപ്പോൾ 3 കപ്പ് തിളച്ച വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പൊക്കെ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണേ ഉപ്പ് റെഡിയാണോ എന്നുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് നേരത്തെ കോരി മാറ്റി വെച്ച ഈ ഒരു ഉള്ളി ഉണ്ടല്ലോ, അത് മുഴുവനായിട്ട് ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഉള്ളി ഇതിൽ കിടന്ന് തിളച്ചിട്ട് ഇതിൻ്റെ സ്റ്റോക്കായിട്ട് മാറണം. അപ്പോഴാണ് ഈ വെള്ളത്തിന് നല്ല ബ്ലാക്ക് കളർ വരിക. അപ്പോൾ നന്നായിട്ട് തിളക്കട്ടെ. അതിപ്പോൾ കണ്ടില്ല, ഈ ഉള്ളി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അപ്പോൾ നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ട തിളക്കുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ കളർ ഇങ്ങനെ ചെറുതായിട്ട് മാറി വെള്ളം ഒരു ബ്ലാക്ക് കളറിലേക്ക് വരും. ഈ സമയത്ത് നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക ഉപ്പൊക്കെ റെഡിയാണോ എന്നുള്ളത്. അപ്പോൾ പോരെങ്കിൽ പിന്നെ ഇട്ട് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ മാറ്റി വെച്ച ആ തലൻ്റെ പീസ് ഇതുണ്ടല്ലോ, അപ്പോൾ അയക്കോറൊക്കെ കിട്ടുകയാണെങ്കിൽ വലിയ അയക്കോറൊക്കെ ആണെങ്കിൽ അതിൻ്റെ തലയും വാലൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഞാനിപ്പോൾ ഇത് അറബിക്കിൻ്റെ ആ ഒരു ശരിയായ രീതിയിൽ കാണിക്കുന്നതുകൊണ്ടാണ് ഈ ഷേരി മീൻ തന്നെ എടുത്തത്. ഇനി ഇത് അവിടെ നിന്ന് വേവട്ടെ. ഒരു 15 മിനിറ്റ് സിമ്മിലിട്ടിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അത് 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അത് നന്നായിട്ട് വെന്ത് ഒന്ന് കുറുകി റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ തീ ഓഫ് ചെയ്യുക. ഇനി നമ്മൾ എന്താ ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ തലയൊന്നും ഇനി എടുക്കൂല കേട്ടോ. ഇത് മൊത്തത്തിൽ ഇനി അരിപ്പയിലിട്ടിട്ട് അരിച്ച് മാറ്റണം. ഇതിൻ്റെ സ്റ്റോക്ക് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ അത് ഫുള്ളായിട്ട് അരിച്ചിട്ട് ഇതങ്ങ് കളയുക. ഇപ്പോൾ ഈ നമ്മളെ ബ്ലാക്ക് കാടമ കണ്ട വലുതായത്, ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ തിളയ്ക്കുന്ന സമയത്ത് നല്ല സൈസ് വലുതായിട്ട് വരും കണ്ടോ. നല്ലൊരു ഫ്ലേവർ വേണം കേട്ടോ ഈ ബ്ലാക്ക് കാടമ എന്ന് പറയുന്നത്. എല്ലായിടത്തും കിട്ടുന്ന സാധനമാണ് ബ്ലാക്ക് കാടമ എന്ന് പറഞ്ഞാൽ, എല്ലായിടത്തും കിട്ടും. ഇതിന് ഞാൻ അരിച്ച് കൊണ്ടുവരട്ടെ. ഇപ്പം നന്നായിട്ട് അരിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ആ സെയിം ചെമ്പനാണ് ഞാനിപ്പോൾ അടുപ്പത്ത് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ അരിച്ചെടുത്തിട്ടുള്ള ആ സ്റ്റോക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ആ സ്റ്റോക്കിൻ്റെ കളർ കണ്ടില്ലേ, ബ്ലാക്ക് കളറായത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അരി ഉണ്ടല്ലോ, അത് കഴുകി ഊറ്റിക്കൊണ്ടുവന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അരി ഇടുമ്പോൾ ശ്രദ്ധിച്ച് കൊടുക്കുക, കാരണം നമ്മൾ അരമണിക്കൂർ പൊതിർത്തിയ അരിയാണ്. പൊട്ടി പോവാണ്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് അരി ഫുള്ളായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ വെള്ളം ഇതിന് കറക്റ്റാണ് കേട്ടോ. 3 കപ്പ് വെള്ളം എടുത്താൽ മതി 2 ഗ്ലാസ് അരിക്ക് വേണ്ടിയിട്ട്. ഇതിന് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇനി തിളക്കട്ടെ. ഇനിയിപ്പോൾ തിള വന്നു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു നാരങ്ങ പിഴിഞ്ഞ് വെച്ചതാണ്, ചെറുനാരങ്ങ. ഇതിൻ്റെ നീരിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഉണ്ടാവും, അത്രേ ഉള്ളൂ. അതും കൂടെ ഒഴിച്ച് കൊടുക്കുക. ഈ ചെറുനാരങ്ങൻ്റെ നീര് എന്തിനാണ് ഒഴിക്കുന്നതെന്ന് വെച്ചാൽ അഥവാ ഇതിൻ്റെ ഉള്ളിക്ക് എന്തെങ്കിലും ഒരു കയ്പ്പ് രസമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെറുനാരങ്ങൻ്റെ നീരും കൂടെ ഒഴിച്ച് കൊടുത്തത്. ഇനിയിപ്പോൾ ചെറിയ തീയിൽ ഒരു 15 മിനിറ്റ് നേരം വേവിച്ചെടുക്കുക. ഇപ്പോൾ അത് 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ ചോറ് ഇവിടെ ഏകദേശം റെഡി ആയിന്. അപ്പോൾ ഒന്ന് ഇളക്കി നോക്കിയാൽ മതി. ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ അത് കറക്റ്റ് പാകത്തിലായി വന്നാണ്. ഇനി നമുക്ക് തീൻ്റെ ആവശ്യമില്ല. അത് ഇറക്കി വെച്ചിട്ട് മൂടി വെച്ചാൽ തന്നെ ഒരു 5 മിനിറ്റ് കൊണ്ട് ഈ ചോറൊന്ന് സെറ്റായി വന്നോളും. ഇതിപ്പോൾ കണ്ടില്ലേ, നല്ല പാകത്തിൽ വെന്ത് വന്നതാണ്. ഓവർ കുക്കായി പോകണ്ട കേട്ടോ, കറക്റ്റ് പാകത്തിലായി കിട്ടണം. അപ്പോൾ ഞാനിത് മൂടിയിട്ട് ഇനി ഇറക്കി വെക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മളെ ചോറ് റെഡിയായി. ഇനിയിപ്പോൾ ആ സെയിം അടുപ്പിലേക്ക് തന്നെ ഞാനിപ്പോൾ ഇനി നമ്മളെ ഫിഷ് പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ വെച്ച് കൊടുക്കുക. ശരിക്കും ഇതിൻ്റെ ഈ ഒരു സയാദിയ ഫിഷ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ ചട്ടി നിറച്ച് എണ്ണ വെച്ചിട്ട് അതിൽ മുക്കി പൊരിക്കുകയാണ് ചെയ്യുക. ഞാനിപ്പോൾ ഒരു മീനല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് കുറച്ച് എണ്ണ വെച്ചത് കേട്ടോ. ഇനിയിപ്പോൾ ലാസ്റ്റ് ആ എണ്ണ ചൂടാവുന്ന സമയത്ത് നമ്മൾ മീൻ എടുക്കാൻ പാടുള്ളൂ. മീൻ എടുത്തതിന് ശേഷം കുറച്ചും കൂടെ അതിൽ മസാലയൊക്കെ തേക്കണമെങ്കിൽ ഒന്നും കൂടെ തേച്ച് കൊടുക്കുക. നന്നായിട്ട് ഉപ്പും പുളിയൊക്കെ പിടിച്ചിട്ടുണ്ടാവും കേട്ടോ, അത്രയും സമയം മതി. എന്നിട്ട് ഇതിൻ്റെ മേലെ ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കോൺഫ്ലവർ ഉണ്ടല്ലോ, കോൺഫ്ലവർ എടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് എടുക്കേണ്ടത് കേട്ടോ. ഈ 1.5 മീനല്ലേ എൻ്റെ അടുത്തുള്ളൂ, ഒരു മീൻ ഫുള്ളും ഒന്നിൻ്റെ ഒരു പകുതിയേ ഉള്ളൂ. അതിന് ഞാനൊരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇനി അത് ഇതിൻ്റെ മേലെ ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾ ഇടുന്ന സമയത്ത് തന്നെ ഈ മീനിന് ഒരു നനവുള്ളതുകൊണ്ട് ഇതിൻ്റെ മേലെ അങ്ങ് പറ്റിപ്പിടിച്ചോളും. എന്നാൽ ഓവറായിട്ട് ചെയ്യുമ്പോൾ നിൽക്കുകയില്ല. നിങ്ങളിങ്ങനെ ഇട്ടെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് ഭയങ്കര കട്ടിയിൽ പൊടിയായിട്ട് തോന്നുന്നൊന്നുമില്ല കേട്ടോ. കറക്റ്റ് ഒരു നേരിയൊരു ലെയറായിട്ടേ ഇമ്മൽ പൊടി നിൽക്കുകയുള്ളൂ. എന്നിട്ട് ഇത് എക്സസ് വരുന്നത് ഫുള്ളായിട്ടൊന്ന് കുടഞ്ഞ് മാറ്റണം കേട്ടോ, നന്നായിട്ട് കുടഞ്ഞു കൊടുക്കുക. ഇപ്പോൾ അത് റെഡിയാണ് ഈ ഒരു പാകത്തിൽ. ഇത് പൊരിക്കാൻ നേരത്ത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഇനിയിപ്പോൾ ബാക്കി ഒരു അരമീനും കൂടി ഉണ്ടല്ലോ, അതും ഇതേപോലെ തന്നെ ബാക്കിയുള്ള പൊടി ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യണം എന്തിനാണെന്ന് വെച്ചാൽ പുറമേ ഒരു ചെറുതായിട്ടൊരു ലെയർ, ഒരു ക്രിസ്പി ലെയർ വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടുത്തെ ഈ ഒരു സദ്യയുള്ള മീൻ പൊരിക്കുന്നതെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതാ കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ പൊടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വെക്കാൻ പാടില്ല, അപ്പോൾ തന്നെ നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക.
ഇപ്പോൾ അതാ ഒരു ഭാഗം ഒന്ന് നല്ലോണം വെന്തിട്ടുണ്ട്. ചെറിയ തീയിൽ മീഡിയം തീയിലിട്ടിട്ട് വേവിച്ചെടുത്താൽ മതി കേട്ടോ. സിമ്മിലല്ല, മീഡിയം തീയിലിട്ടിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഒരു ഭാഗം ഒന്നായി കണ്ടപ്പോൾ ഞാനിപ്പോൾ തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇപ്പുറത്തെ ഭാഗവും നന്നായിട്ടൊന്ന് വേവട്ടെ കേട്ടോ. അപ്പോൾ അത് രണ്ട് ഭാഗവും നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെള്ളത്തിൽ കുറച്ച് ഉപ്പ് കലക്കിയതാണിത്. ഇത് പിങ്ക് കളർ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഹിമാലയൻ സോൾട്ട് ആയതുകൊണ്ടാണ്. അതൊന്ന് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഒന്ന് വെള്ളം ഇങ്ങനെ തിളച്ച് വരും. അതിലേക്ക് ഒഴിക്കുന്ന സമയത്ത് വെള്ളം ഇങ്ങനെ ഈ എണ്ണയിൽ നിന്ന് ഇങ്ങനെ തെറിച്ചിട്ട് ഇങ്ങനെ ശരിക്കും പത വരും. ആ പത ഒന്ന് തീരുന്ന വരെയാണ് ഈ മീനയിൽ വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ. ആ തീരാൻ ഒരു അര മിനിറ്റൊക്കെ എടുക്കും. അപ്പോഴത്തേക്ക് റെഡിയാവും. ഇപ്പോൾ അത് കണ്ടോ, അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് അപ്പോൾ അതൊക്കെ പോയി. ഇനി നമുക്ക് ഈ മീൻ ഇതിൽ നിന്ന് കോരിയെടുക്കാം. ഇങ്ങനെ ചെയ്യണത് എന്തിനാണെന്ന് വെച്ചാൽ പുറം ഭാഗം ഒരു ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റിൽ ചൂടോടുകൂടി കഴിക്കുമ്പോൾ നിങ്ങൾ ഗൾഫിലുള്ള ആൾക്കാരാണെങ്കിൽ പുറത്തുനിന്ന് ഇങ്ങനത്തെ റൈസും മീനും ഒക്കെ കഴിച്ച ആൾക്കാർക്കാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇത് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. പുറം ഭാഗം ഒരു ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാവുക, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പിൻ്റെ വെള്ളം അതിൽ വെച്ച് കൊടുത്തത്. ഇതിപ്പോൾ കണ്ടോ, നല്ല പുറത്തൊരു ക്രിസ്പിയാണ്, ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിരിക്കും. ഇതിപ്പോൾ കണ്ടോ, പൊടി ഇട്ടതായിട്ടൊന്നും നമുക്ക് തോന്നേയില്ല. അതിനാണ് ഇങ്ങനെ നമ്മൾ ലൈറ്റായിട്ട് ഇട്ട് കൊടുത്തത്. ഇപ്പം നമ്മളെ റൈസ് ഇതാ നല്ല അടിപൊളി റൈസാണ്. അപ്പം മന്തിയും നമ്മളെ ബുഹാരിയൊക്കെ തിന്ന് മടുക്കുന്ന സമയത്ത് ഒരു ചേഞ്ചിന് വേണ്ടി ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ചോറാണ്. നമ്മുടെ നാട്ടിലൊന്നും ഇത് വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതുവരെ ആർക്കും അറിയാത്തൊരു റെസിപ്പി ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരുടെ ഇടയിലും ഒരു സ്റ്റാർ ആവാനൊക്കെ പറ്റുന്നൊരു അടിപൊളി റൈസാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് സെർവ് ചെയ്യുന്ന രീതി എന്നും കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം. ഇതെങ്ങനെയാണ് വിളമ്പണ്ടിയെന്നുള്ളത് കേട്ടോ. അപ്പം നിങ്ങൾക്കറിയാലോ, അറബികളെ റൈസ് വിളമ്പ് എപ്പോഴും പരന്നിട്ടുള്ള പാത്രത്തിലാണ്, ട്രേയിലാണ് വെക്കുക. അപ്പോൾ അതിൻ്റെ മേലെ നടുവിലായിട്ട്, ചോറിൻ്റെ നടുവിലായിട്ട് മീൻ വെച്ച് കൊടുക്കുക കേട്ടോ. ഏറ്റവും സെൻറ്ററിലായിട്ട് മീൻ വെച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ 3-4 പച്ചമുളകാണ് വെച്ച് കൊടുക്കുന്നത്. ഇതിൻ്റെ അപ്പുറമൊക്കെ ആയിട്ട് ഞാൻ 3-4 പച്ചമുളക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ലെറ്റ്യൂസോ അല്ലെങ്കിൽ ജർജീർ എന്ന് പറഞ്ഞിട്ടുള്ള ഇല ഇഷ്ടമുള്ളത് എടുക്കാം. പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ അതൊന്നും സ്റ്റോക്കില്ല. പിന്നെ ഇതിൻ്റെ സോസ് എന്ന് പറയുന്നത് ടൊമാറ്റോ സൽത്ത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ. തക്കാളിയും ഉള്ളിയും പച്ചമുളകും കൂടെ അരച്ചെടുത്തതാണത്. ഉള്ളിയാണ് കൂടുതൽ, തക്കാളി കുറച്ചും. പിന്നെ വേണ്ടി ഇതിൻ്റെ മെയിൻ സോസ് എന്ന് പറയുന്നത് തഹീനി സോസാണ് കേട്ടോ. ഇത് വെള്ള എള്ള് അരച്ചുണ്ടാക്കുന്ന ഒരു സോസാണ്. നമ്മുടെ ഒലിവ് ഓയിലും കൂടെ കൂട്ടിയിട്ട് അരച്ചെടുക്കുന്ന തഹീനി സോസ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ സൈഡ് ഡിഷ് എന്നൊക്കെ പറയുന്നത്. സൂപ്പറാണ്, നല്ല അടിപൊളി റൈസാണ് കേട്ടോ. ഈ ഒരു മീനൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും ഇഷ്ടമാവും. അതേപോലെ തന്നെ വെറൈറ്റി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നല്ല ടേസ്റ്റിയാണ്. മന്തിയൊക്കെ ഇപ്പോൾ എപ്പോഴും നമ്മൾ കഴിച്ച് മതിയായിട്ടുണ്ടാവും മന്തി റൈസൊക്കെ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, സൂപ്പറാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇന്ന് ഇത് ഇഷ്ടമായിരുന്നെങ്കിൽ ആരും ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ നല്ലൊരു അടിപൊളി വീഡിയോയിൽ അടുത്തതിൽ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.